Good morning, students. നമുക്ക് partial derivatives അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. Find second order partial derivatives of f is equal to x square y cube plus x raised to 4 into y. നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം fx കാണാം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x square y cube ല് y cube ആരാണ്? കോൺസ്റ്റന്റ് ആണ്. y cube into x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് x raised to 4y ല് y കോൺസ്റ്റന്റ് ആണ്. y into 4x cube. ഇപ്പൊ നമ്മുടെ ഡിഫറൻസിയേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. fx എന്ന് പറഞ്ഞാൽ എന്താണ്? f of x. When we are partially differentiating the function, fx ന്റെ വാല്യൂ എത്ര കിട്ടണേ? y cube into 2x. y cube കോൺസ്റ്റന്റ് ആണ്. x square നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു 2x. y കോൺസ്റ്റന്റ് ആണ്. y into 4x cube. ഇനി നമുക്ക് ഇതിലെ ഈ fx നെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടും. fx നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പൊ fxy സമയത്ത് എത്ര കിട്ടുന്നത് നോക്കിയേ. ഈ fx നെ y വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2x കോൺസ്റ്റന്റ് ആണ്. fx നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x പാർട്ട് കോൺസ്റ്റന്റ് ആണ്. 2x into y ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ 3y സ്ക്വയർ. കണ്ടോ? 2x into 3y സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മൾ 4x ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. 4x ക്യൂബ് into 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ നോക്കാം. 6xy സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. അതാണ് fxy എന്ന് കിട്ടുന്നത്. fxyയുടെ ആൻസർ എത്രയാണ്? 6xy സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. ഇനി നമുക്ക് fxx കാണാം. fxx എന്ന് പറഞ്ഞാൽ ഈ fx ന് വീണ്ടും നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 2y ക്യൂബ് into 1. 2y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. x ന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? 1 പ്ലസ് 4x ക്യൂബ്. 4x ക്യൂബ് എന്നുള്ളത് 4y കോൺസ്റ്റന്റ് ആണ്. 4y into x ക്യൂബിനെ ചെയ്യുമ്പോൾ എന്ത് വരും? 3x സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2y ക്യൂബ് പ്ലസ് 4 3 12 x സ്ക്വയർ y. ഇതാണ് നമുക്ക് കിട്ടുന്ന fxx. അപ്പൊ fx കിട്ടി, fxy കിട്ടി, അതുപോലെ തന്നെ fxx കിട്ടി, fx കിട്ടി, fxy കിട്ടി, fxx കിട്ടി. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? fy കണ്ടുപിടിക്കാം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y വെച്ച് ഡിഫറൻഷിയേറ്റ് y ആണ് വേരിയബിൾ. x എന്തായിരിക്കും? x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ into y ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? y ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ പ്ലസ് x raised to 4 കോൺസ്റ്റന്റ് ആണ്. x raised to 4 into 1. ഇനി fy നെ നമ്മൾ എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. fy നെ നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആരാണ് അവിടെ വേരിയബിൾ? വേരിയബിൾ x ആണ്. y ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ into 2x പ്ലസ് ഇവിടെ എന്ത് വരും? 4x ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടണേ? 6xy സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? fyx കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം? fyy കണ്ടുപിടിക്കുക. fyy ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ, ഈ fy നെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ into 2y. കണ്ടോ? 3x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. y സ്ക്വയർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു 2y എന്ന് കിട്ടി. x raised to 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6x സ്ക്വയർ y. അപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? ഈ fxyയും xxും, അതുപോലെ ഈ fyx ഉം fyy-ഉം. ഇനി നോക്കിയേ, fyx ന്റെ ആൻസർ എത്ര കിട്ടിയത്? 6xy സ്ക്വയർ 4x ക്യൂബ്. അതുപോലെ fxyയുടെ ആൻസർ എത്ര കിട്ടിയത്? 6xy സ്ക്വയർ into 4x ക്യൂബ്. എന്ന് പറഞ്ഞാൽ fxy is equal to fyx. fxyയും fyxും എന്താണ്? തുല്യമാണ്, ഈക്വൽ ആണ്. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് are always equal. ഈ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ fx കാണാം, fxx കാണാം, fxy കാണാം, fy കാണാം, fyx കാണാം, fyy കാണാം. അപ്പൊ അങ്ങനെ 1 by 1 ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഈ fxyയും fyxും ഈ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് തുല്യമാണെന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നോക്കിയേ, ഒന്ന് 6xy സ്ക്വയർ പ്ലസ് 4x ക്യൂബ്,
എഫ് വൈ എക്സ്, അതുപോലെ എഫ് എക്സ് വൈ എത്ര കിട്ടിയിരിക്കുന്നത് 6xy² പ്ലസ് 4x3. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരു വേരിയബിൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടുകൾ എല്ലാം തന്നെ +2 പഠിച്ച റിസൾട്ടുകൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറേ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിത് കൂടുതൽ ചെയ്യാൻ തോന്നും. അപ്പൊ ഫോർമുലാസ് ഒക്കെ മനസ്സിൽ നമുക്ക് കൃത്യമായിട്ട് പതിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കിപ്പോ ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷനും S2ലും S3ലും S4ലും ഒക്കെ ഇത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ മോഡ്യൂളിനെ കാണണം കേട്ടോ. ഓക്കെ.